നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഒട്ടുമിക്ക സ്ത്രീകളും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് PCOD ഉണ്ടാവുക എന്നുള്ളത്. ഈ PCOD ഉള്ള സമയത്തേക്ക് പല ആളുകളും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നെടുത്താൽ മറ്റൊന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ PCODയുടെ കൂടെ തന്നെ ഫാറ്റി ലിവർ കണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് വയറിൻ്റെ എടുക്കുന്ന സമയത്തായിരിക്കും ലിവറിൻ്റെയും കൂടെ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റും ഫാറ്റി ലിവർ 1 അല്ലെങ്കിൽ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പലപ്പോഴും ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2ലാണ് ഈ ഒരു ഫാറ്റി ലിവർ PCOD ഉള്ള ആളുകളിൽ കണ്ടുവരാറുള്ളത്. അപ്പോൾ നമ്മളിത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനേക്കാളും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ PCOD ഉള്ളവരിൽ ഫാറ്റി ലിവർ വരുന്നതെന്നും ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഫാറ്റി ലിവർ എന്നോ അല്ലെങ്കിൽ PCOD എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരേ രീതിയിലുള്ള ഒരു മെക്കാനിസമാണ്. എന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം. ഇത് നമ്മുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഊർജ്ജം തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ അതിനെ വിഘടിക്കാൻ തുടങ്ങും. ആ ഇൻസുലിനാണ് ഈ ഗ്ലൂക്കോസിനൊക്കെ വിഘടിച്ച് നമുക്ക് ഊർജ്ജം തരുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് ആക്കിയിട്ട് അതിൽ നിന്ന് ഊർജ്ജം തരണം നമുക്ക്. അതിന് സാധിക്കാതെ വരുന്നൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ഇൻസുലിന് അത് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക. ആ പറ്റാതിരിക്കുന്നത് കൊണ്ട് തന്നെ അത് റെസിസ്റ്റൻ്റ് ആയി പോകുന്നു, എന്ന് വെച്ചാൽ ബ്ലോക്ക് ആയി പോകുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരുപാട് ഡോർ ഉണ്ടെങ്കിൽ ആ ഒരു റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡോർ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ലോക്ക് വേണം. ആ ഒരു ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് റൂമിലേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിന് ആ ഒരു റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡോർ അല്ലെങ്കിൽ ഒരു പാത്വേ ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ട് ആ ഇൻസുലിൻ എല്ലാം നമ്മളുടെ ഈ ഷുഗറിനെ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് നമുക്കത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഊർജ്ജമാക്കാതെ അത് ഷുഗറായിട്ട് മാറി നമ്മുടെ ബോഡിയിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വണ്ണം വയ്ക്കുന്നത് പറയാറില്ലേ. ലിവറിന് താങ്ങാൻ പറ്റാത്തത് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടിവയറ്റിൽ കൂടുതൽ ഫാറ്റ് മോളിക്യൂളുകൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സെൽസ് ഉണ്ടാവും. ആ ഒരു കോശങ്ങളിൽ ഇത് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോണിൻ്റെ മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് PCODയെ ഡയബറ്റീസ് ഓഫ് ഓവറി എന്നാണ്. എന്ന് വെച്ചാൽ ഡയബറ്റീസ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വരുന്ന സമയത്ത് നമ്മൾ ഡയബറ്റീസ് വന്നോ അല്ലെങ്കിൽ പ്രമേഹ രോഗിയാണെന്ന് പറയും. ആ പ്രമേഹം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ഓവറി അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ മാത്രം വരുന്നതിനെയാണ് ഡയബറ്റീസ് ഓഫ് ഓവറി എന്ന് പറയുന്നത്. അത് പറയാനുള്ള കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് ഈ ഒരു അണ്ഡാശയത്തിൻ്റെ ഉള്ളിൽ ചെറിയ മുഴകൾ, കുമിളകളായിട്ട് വരും. മുഴകളല്ല, കുമിളകളായിട്ട് വരുന്നതാണ് ഇത് ഈ ഒരു PCOD എന്ന് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ PCOD ആണെങ്കിലും PCOS ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നതാണ് നമുക്ക് അമിതമായിട്ട് മുടികൊഴിച്ചിലുണ്ടാവുക, പെട്ടെന്ന് മാനസികമായിട്ടുള്ള പിരിമുറക്കങ്ങൾ, ദേഷ്യം വരിക, കരച്ചിൽ വരിക, എടുത്തു ചാടി സംസാരിക്കുന്നതുണ്ടാവും, ഷൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അതിൽ ഉറക്കക്കുറവുണ്ടാവുന്ന ആളുകളുണ്ടാവും, ഒന്നിലും താല്പര്യമില്ലാത്ത ആളുകളുണ്ടായേക്കാം. അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും, പീരീഡ്സിലുള്ള ഇറഗുലാരിറ്റി, നമുക്ക് ഓവുലേഷൻ നടക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്ത പല ആളുകളും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ അമിതമായിട്ട് വെയിറ്റ് കൂടുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പം നമ്മൾക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും വിഘടിക്കാതെ ഊർജ്ജമാവാതെ അത് ഫാറ്റായിട്ട് കെട്ടിക്കിടക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉണ്ടാവുക, മുഖക്കുരു പ്രശ്നങ്ങളുണ്ടാവുക, പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഉണ്ടാവുക, ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ജീവിത രീതി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടതൊന്നാണ് നമുക്ക് ഈ ഡയബറ്റീസ് ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് PCOD ആണെങ്കിലും. ഫാറ്റി ലിവർ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നതാണ് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ. പലപ്പോഴും നമ്മൾക്ക് മദ്യപിക്കുന്ന ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നുള്ള കണ്ടീഷനുണ്ട്. അത് പലപ്പോഴും ഉണ്ടാകുന്നത് PCOD ഉള്ള ആളുകളിൽ ഉണ്ടായേക്കാം. അതല്ല എങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാത്തത് ആളുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീലല്ല എങ്കിൽ, നമ്മൾക്ക് ആവശ്യത്തിന് അധികമായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതലും ഷുഗറായിട്ടും ഫാറ്റായിട്ടും നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അതാണ് നമ്മൾ PCODയിലും ഫാറ്റി ലിവറിലൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എങ്ങനെ ബാലൻസ്ഡ് ആക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താ? മധുരം, പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ തേനയോ അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ ആവുന്ന കാര്യങ്ങൾ അത് കൂടുതലായിട്ടും ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കാൻ വേണ്ടി പറയും. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി ഭക്ഷണങ്ങളില്ലേ, അതിപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നതാണെങ്കിലും ഒക്കെ അതെല്ലാം സിമ്പിൾ കാർബോഹൈഡ്രേറ്റാണ്. ഈ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കൂട്ടാൻ അല്ലെങ്കിൽ ഷുഗർ
കൂട്ടിക്കൊണ്ടുവരും. അത് മാക്സിമം കുറച്ചുകൊണ്ട് വരികയും അതിന് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. അത് ഗോതമ്പാവട്ടെ, ഗോതമ്പാണെങ്കിലും അളവ് കുറയ്ക്കണം, ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ട്. അല്ലെങ്കിൽ മില്ലറ്റ്, ചെറുധാന്യങ്ങൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് അത്ര പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടില്ല. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് വരും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ചെറുതായിട്ടെങ്കിലും വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം വെയിറ്റ് എന്തെങ്കിലും എടുത്ത് നോക്കാമെന്ന്. കുട്ടികളിലൊക്കെ ലൈക്ക് പെൺകുട്ടികളിൽ ഒരുപാടായിട്ട് നമുക്ക് PCOD കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഷുഗറുള്ള ആളുകളോടൊക്കെ അപ്പർ ബോഡിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം അത് പൊക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഉപയോഗിച്ചുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ടും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. കൂടുതൽ പ്രോട്ടീനും ഫാറ്റും, നല്ല ഫാറ്റുകൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് പ്രോട്ടീനും ആവശ്യത്തിന് ഫാറ്റും ആവശ്യത്തിന് മാത്രം നമ്മൾ അന്നജവും കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ഒരുപാട് അന്നജം കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, മധുരം കഴിക്കുന്നു. അതൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് വരുവാണ് വേണ്ടത്. പല ആളുകളും പറയേണ്ട ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല PCOD ഉണ്ടെങ്കിൽ എന്നുള്ളത്. അത് ശരിക്കും തെറ്റായിട്ടുള്ള ധാരണയാണ്. കാരണം PCOD ഉണ്ടാക്കുന്നത് ഇറച്ചി മീനൊന്നും അല്ല, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് ചെറിയ ഒരു തവിയൊക്കെ ചോറ് കഴിക്കുക. ചോറ് കഴിക്കുന്ന ആളുകളിൽ വലിയൊരു പോർഷനായിട്ട് നമ്മൾ പച്ചക്കറികൾ, ഉപ്പേരികൾ, സാലഡ്സുകൾ, കറികളെല്ലാം ആയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. ഒരു പോർഷനിൽ നമ്മൾ നല്ല രീതിയിൽ ചിക്കൻ ആവട്ടെ, അത് ബീഫ് ആവട്ടെ, ഫിഷ് ആവട്ടെ, ഏതാണെങ്കിലും ഒരു പോർഷനിൽ കഴിക്കുക. പക്ഷേ ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുന്നത് കുറയ്ക്കുകയാണ് വേണ്ടത്. അത് ലിവറിൻ്റെ ഒരു ഫങ്ഷനിങ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്യേണ്ടത് പ്രോബയോട്ടിക് ആയിട്ടുള്ള സോസുകൾ എടുക്കുക, തൈരൊക്കെ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പച്ചക്കറികൾ ഒരുപാട് കഴിക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. പിന്നെ ആഴ്ചയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. നടക്കുന്നത് ഒരു വർക്കൗട്ടായിട്ട് കൂട്ടാതിരിക്കുക. നടക്കുന്നതാണെങ്കിൽ സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസവും 40 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്താൽ നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. അതേപോലെ തന്നെ മെഡിക്കേഷൻസ് ആവശ്യമുള്ള സമയത്ത് മെഡിക്കേഷൻസ് എടുക്കുക. നമ്മൾ ഒരിക്കൽ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ്. നമ്മൾക്കൊരു PCOD ഉള്ള ആളുകൾക്ക് പീരീഡ്സ് റെഗുലർ ആക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. പലപ്പോഴും മെഡിസിൻ കൊടുക്കുന്നത് നമ്മളെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഉള്ള ഇൻസുലിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭക്ഷണ രീതി പ്രോപ്പറാക്കുക, നമ്മളെ വർക്കൗട്ട് പ്രോപ്പറാക്കുക, അതിന് കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസും എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രോപ്പറായിട്ട് അവരുടെ കേസ് എടുത്തതിന് ശേഷം അവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് അവരുടെ PCODയുടെ ലെവൽ, അതുപോലെ തന്നെ AMHൻ്റെ ലെവൽ ചെക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത്, ഇനി തൈറോയിഡിന് എന്തെങ്കിലും തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് അല്ലെങ്കിൽ തൈറോയിഡ് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കുക. അവരുടെ BMI ഒക്കെ നോക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ട്, എത്രയാണ് അവരുടെ ഹൈറ്റ്, എത്ര ഫാറ്റ് ബോഡിയിലുണ്ട്, കുറയ്ക്കണം എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് കറക്റ്റായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ചാർട്ട് കൊടുക്കുക. അതിന് കറക്റ്റായിട്ട് എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തരത്തിലുള്ള മെഡിക്കേഷൻസ് കൊടുക്കുക. പലപ്പോഴും തുള്ളിമരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഇൻറ്റേർണലി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവാനും പീരീഡ്സ് റെഗുലർ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ PCOD പ്രശ്നങ്ങളോ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കറക്റ്റായിട്ട് എന്ത് തരത്തിലുള്ള വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാം, PCOD മാറ്റിക്കൊണ്ടുവരാം, ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.